അവസാനം തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരുമ്പോൾ പ്രധാന പാർട്ടി മെരുങ്ങി. സാധാരണയായിട്ട് ഈ ഘടകകക്ഷിയാണ് മെരുങ്ങേണ്ടത്. ഇവിടെ ഇപ്പോൾ പ്രധാന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്ന് മെരുങ്ങി മീൻസ് ഒന്ന് ഒതുങ്ങി മീൻസ് ഒരു ഒത്തീർപ്പ് തയ്യാറായി. എന്താണ് അവർ തയ്യാറായ ഒത്തീർപ്പ്? ബീഹാറിൻ്റെയാണ് കഥ. അവർ തയ്യാറായ ഒത്തീർപ്പ് തേജസ്വി യാദവ് എന്ന് പറയുന്ന RJDയുടെ നേതാവിനെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഒന്നുകൂടി കടുക്കും. സ്വാഭാവികമായും BJPക്ക് NDA BJPക്ക് കിട്ടേണ്ടുന്ന വോട്ടുകളും നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആവും NDA വന്നാൽ എന്നുള്ള നിതീഷ് കുമാറിൻ്റെ വ്യാഖ്യാനവും അല്ലെങ്കിൽ പ്രഖ്യാപനവും വന്നതിന് ശേഷം നമുക്ക് നോക്കാം. എത്ര പേർ ജയിക്കുമെന്ന് നോക്കിയതിന് ശേഷം പാർലമെൻ്ററി സമിതി കൂടി നമുക്ക് തീരുമാനിക്കാം എന്നുള്ള BJPയുടെ ഒരു അജണ്ടയും എല്ലാം കൂടി വെച്ചുകൊണ്ട് ഇപ്പുറത്ത് നല്ലൊരു കളി നടന്നിട്ടുണ്ട്. നല്ലൊരു ഫൈറ്റാണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. അത് കൊള്ളാം. കാരണം അത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള ഈ പരസ്പരം പോരടിക്കുന്ന ഒരു ചിത്രം കുറച്ചിട്ടുണ്ട്. ഇനി ഒന്നാം ഘട്ടത്തിൽ പരസ്പരം പോരടിക്കുന്ന ഒരു 8-10 സീറ്റുണ്ട്. ആ സീറ്റ് ഒന്നാം ഘട്ടത്തിൽ പൈസ കൊടുത്ത ഒരു സീറ്റാണ്. പിന്നെ ഒന്നാം ഘട്ടത്തിൽ നോമിനേഷൻ കൊടുത്ത 8-10 സീറ്റുകളുണ്ട്. അവിടെ വളരെ കൃത്യമായി രണ്ട് കക്ഷികളുടെ, അതായത് പിന്നെ തേജസ്വി യാദവിൻ്റെയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുണ്ട്. അവർ തമ്മിൽ മത്സരിക്കാതെ നോക്കാനും ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും ഒത്തീർപ്പുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ കളം മാറുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് 2 രീതിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മറ്റൊരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ അടുത്ത നിതീഷ് കുമാറാണ് അപ്പുറത്ത് മുഖ്യമന്ത്രിയാവുന്നത്. ഇനി നിതീഷ് കുമാറിന് സീറ്റ് കുറയുകയും BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ താരതമ്യങ്ങളൊക്കെ വന്നാൽ BJPക്ക് ആര് കാൻഡിഡേറ്റ് CM എന്നുള്ളത് അറിയാനുണ്ട്. എന്തായാലും തേജസ്വി യാദവാണ് ബീഹാറിലെ മഹാസഖ്യത്തിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ INDA സഖ്യത്തിൻ്റെയും സ്ഥാനാർത്ഥി പിന്നെ തേജസ്വി യാദവാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അത് വന്നതുകൊണ്ട് തന്നെ വീണ്ടും ബീഹാർ തെരഞ്ഞെടുപ്പ് സ്ട്രെയിറ്റ് ലൈനിലേക്ക് വന്നു. ഇനി നേരായ ഒരു മത്സരം, നേർക്കുനേർ മത്സരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. മറ്റ് സ്റ്റേറ്റ് പോലെ 3 മുന്നണിയില്ല, 2 മുന്നണി. മറ്റ് സ്റ്റേറ്റിലാണെങ്കിൽ BJP ഒരു മുന്നണി കാണും. ഇപ്പോൾ തമിഴ്നാടായാലും കേരളമായാലും എവിടെയായാലും BJP ഒരു മുന്നണിയായിരിക്കും, പിന്നെ ഭരണകക്ഷി വേറെ മുന്നണി, അങ്ങനെ 3 മുന്നണി കാണും. ഇവിടെ 3 മുന്നണിയില്ല, 2 മുന്നണിയേ ഉള്ളൂ. ഒന്ന് NDA BJP NDAയിലുള്ള നിതീഷ് കുമാർ ആൻഡ് BJP ഒരു മുന്നണിയിൽ, NDA മുന്നണിയിൽ. ഇപ്പുറത്ത് മഹാസഖ്യത്തിൽ ബാക്കിയുള്ള എല്ലാ കിഡീസ് എല്ലാം കൂടി ഒറ്റ മുന്നണിയായി നിൽക്കുന്നു. അവിടെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ബീഹാറിൽ മറ്റൊരു തലത്തിലേക്ക് ബീഹാർ മാറാനുള്ള സാധ്യതയുണ്ട്. ഒരു ആൻറ്റി ഇൻകംബൻസ് വരുമോ? നിതീഷ് കുമാർ പലവട്ടം മുഖ്യമന്ത്രിയൊക്കെ ആയല്ലോ. ഇനിയൊരു യാദവ കുടുംബത്തിൽപ്പെട്ട തേജസ്വി യാദവ് ആകട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ ബീഹാർ കൃത്യമായി മറിയാനും സാധ്യതയുണ്ട്.